നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളിൽ ആർക്കെങ്കിലും എല്ലാ ദിവസവും കഴിവാകുമെങ്കിൽ ഞാൻ ഈ പറയുന്ന നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ മഹത്വം വിവരിക്കുകയാണ്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അനുഷ്ഠിക്കുക, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അതുമല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം, അതുമല്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നമസ്കരിക്കേണ്ട നമസ്കാരമാണ് എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠതയാകുന്ന തസ്ബീഹ് നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിന് പഠിപ്പിക്കുകയാണ്. തസ്ബീഹ് നമസ്കാരം അതിൻ്റെ പേര് പോലെ തന്നെ തസ്ബീഹ് എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിപ്പെടുത്തുന്ന വചനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന മഹത്തായ ദിക്ർ അതിലുള്ളതുകൊണ്ട് തന്നെയാണ് തസ്ബീഹ് നമസ്കാരം, പരിശുദ്ധപ്പെടുത്തുന്ന നമസ്കാരം എന്നതിന് പേര് വരാൻ തന്നെ കാരണം. തസ്ബീഹ് നമസ്കാരം 4 റക്അത്താണ്. പകലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ഈ 4 റക്അത്തും ഒരൊറ്റ നിയ്യത്തിൽ തന്നെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നതാണ്. സാധാരണ രീതിയിൽ മിക്ക ആളുകളും നമസ്കരിക്കുന്നത് രാത്രിയിലായതുകൊണ്ട് തന്നെ 2 റക്അത്തായിട്ട് വേണം നമസ്കരിക്കാൻ, അഥവാ ഈ 2 റക്അത്തായിട്ട് നമസ്കരിക്കുക. അതേ രീതിയിൽ തന്നെ നാം നിയ്യത്ത് ചെയ്യൽ അനിവാര്യമാണ്. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതി ഒറ്റയ്ക്കാണ് നമസ്കരിക്കേണ്ടത്. തസ്ബീഹ് നമസ്കാരം ജമാഅത്ത് സുന്നത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം 4 റക്അത്തുകളിലും ഓതേണ്ടുന്ന സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുർ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുക. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് തുടങ്ങുന്ന സൂക്തം പരിപൂർണമായി പാരായണം ചെയ്യുക. 3-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂന പരിപൂർണമായി പാരായണം ചെയ്യുക. 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂക്തം പരിപൂർണമായി പാരായണം ചെയ്യുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം 15 പ്രാവശ്യം മേൽ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുകയും റുകൂഅ് ചെയ്യുക. റുകൂഇൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. ശേഷം ഇഅ്തിദാൽ ചെയ്യുക. ഇഅ്തിദാലിൽ വന്നതിന് ശേഷം അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം മേൽപ്പറഞ്ഞ ദിക്ർ ആവർത്തിക്കുക. വീണ്ടും സുജൂദ് ചെയ്യുക. അവിടുത്തെ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം മേൽപ്പറഞ്ഞ ദിക്ർ 10 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം വീണ്ടും ഇടയിലെ ഇരുത്തമിരിക്കുക. അവിടെ നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. വീണ്ടും 2-ാമത്തെ സുജൂദ് ചെയ്യുന്നു. അവിടെയും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നതിന് ശേഷം മേൽപ്പറഞ്ഞ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലി സാധാരണ രീതിയിൽ 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഷാഫി മദ്ഹബിൽ ഇസ്തിറാഹത്തിന്റെ സുന്നത്തായ ഒരു ഇരുത്തമുണ്ട്. ആ സുന്നത്തായ ഇരുത്തത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നതിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം പിന്നീട് തക്ബീർ ഇല്ലാതെ നമ്മൾ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ആ ഇരുത്തത്തിൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഒരു തക്ബീർ ചൊല്ലാറുണ്ട്. അത് പാടില്ലാത്തതാണ്. കാരണം നൃത്തത്തിലേക്കുള്ള ആ തക്ബീർ നമ്മൾ ആ ഇരുത്തത്തിൽ വരെ എത്തലുകൊണ്ട് തക്ബീർ കഴിഞ്ഞു. അവിടെ കൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി പിന്നെ അനക്കമടങ്ങി നേരെ എഴുന്നേറ്റ് വന്ന് കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം പിന്നീട് ഫാത്തിഹ സൂറത്ത് വൽ അസ്ർ എന്നുള്ള സൂക്തം ഓതിയതിനു ശേഷം വീണ്ടും 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. 1-ാമത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ റുകൂയിലും സുജൂദിലും ഇഅ്തിദാലിലുമെല്ലാം മേൽ പറഞ്ഞ ഓതേണ്ടുന്ന ദിക്റുകൾ അഥവാ അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി അവസാനത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ 2-ാമത്തെ റക്അത്തിന്റെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ അത്തഹിയ്യാത്തിന് മുമ്പായി 10 പ്രാവശ്യം ഈ ദിക്ർ നമ്മൾ ചൊല്ലുക.
അഥവാ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ദിക്റുകൾക്ക് ശേഷമാണ് ദിക്റെങ്കിൽ അത്തഹിയ്യാത്തിൻ്റെ അവിടെ വരുമ്പോൾ അത്തഹിയ്യാത്തിന് മുമ്പായിരിക്കണം ഈ ദിക്ർ 10 പ്രാവശ്യം ചെല്ലേണ്ടുന്നത്. അതിനുശേഷം അത്തഹിയ്യാത്ത് ഓതി നമ്മൾ സലാം വീട്ടുക. വീണ്ടും വീണ്ടും 3-ാമത്തെ റക്അത്തും 4-ാമത്തെ റക്അത്തും മേൽപ്പറഞ്ഞ നിയ്യത്തിൽ ഇതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും ഓതി നമസ്കാരം പൂർത്തീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾ തക്ബീർ ചൊല്ലാൻ അഥവാ ദിക്ർ ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ നമ്മുടെ നൃത്തത്തിലോ ഇരുത്തത്തിലോ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് തൊട്ടടുത്ത ഫർദിൽ പരിഹരിക്കാതെ അത് സുജൂദിൽ പരിഹരിച്ച് വിട്ടുക. അതിൻ്റെ എണ്ണം പൂർത്തീകരിക്കുക. ഒരു റക്അത്തിൽ 75ഉം 4 റക്അത്തുകളിലൂടെ 300 തസ്ബീഹായിട്ട് ഇൻഷാ അല്ലാഹ് കണക്കാക്കുക. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കട്ടെ. തസ്ബീഹ് നിസ്കാരം വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. മുൻഗാമികളാകുന്ന മുഴുവൻ ആളുകളും സ്വഹാബത്ത് ഒന്നടങ്കം താബീയങ്ങളും ശേഷമുള്ളവരും ഒക്കെ നമസ്കരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചവിട്ടടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം നൽകും. മാഷാ അല്ലാഹ്. ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഒരുപക്ഷെ വാഹനത്തിലായിരിക്കാം, ചിലപ്പോൾ നടന്നായിരിക്കാം, ചിലപ്പോൾ സ്കൂട്ടറിലോ അല്ലെങ്കിൽ മറ്റെന്തോലും ആയിരിക്കാം. പക്ഷെ കണക്കാക്കുന്നത് ഓരോ ചവിട്ടടിയാണ്. വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര ചവിട്ടടിയുണ്ട്, മന്നാനിയ ബനാത്തിലേക്ക് എത്ര ചവിട്ടടി വെച്ചു എന്നുള്ളതാണ്. ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വന്നതുകൊണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മാത്രം മതിയല്ലോ രക്ഷപ്പെടാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് റമളാനിൽ ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താൽ കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത്. അതുപോലെ ധാരാളം ഉണ്ട്. വമൻ ദാവമഅൽ ജമാഅ ഫീ റമളാൻ, പരിശുദ്ധമായ റമളാനിൽ ആരെങ്കിലും ജമാഅത്തിനെ ശ്രദ്ധിച്ചാൽ, വിശുദ്ധമായ റമളാനിലെ ജമാഅത്ത് പോകാതെ പരിപൂർണമായി ആരൊരുവൻ ശ്രദ്ധ ചെലുത്തിയോ, അഅതാഹുല്ലാഹു മദീനതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മനോഹരമായ സ്വർഗീയ പൂന്തോട്ടം നൽകുകയാണ്. തംനഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹു അനുഗ്രഹങ്ങൾ ധാരാളം നിറച്ചതായ സ്വർഗീയ പൂന്തോട്ടമാണ് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമളാനിൽ ജമാഅത്ത് ശ്രദ്ധിക്കുന്ന പുരുഷന്മാരെ, ആദ്യ വഖത്ത് ശ്രദ്ധിക്കുന്ന സഹോദരിച്ചോ, ഫീ റമളാൻ, റമളാൻ മാസത്തിൽ ജമാഅത്ത് ശ്രദ്ധിക്കുന്നവർക്ക് അഅതാഹുല്ലാഹു മദീനതാ, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു പൂന്തോപ്പ് തന്നെ സമ്മാനിക്കുകയാണ്. തംലഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടുള്ളതായ പൂന്തോട്ടമാണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. റമളാൻ മാസം ഇതുവരെ ജമാഅത്ത് ശ്രദ്ധിച്ചവരെ സന്തോഷിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾക്കേവർക്കും ഈ സൗഭാഗ്യം നസീബാക്കണേ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ റമളാനിൽ ഉള്ള നേട്ടാണ് ഈ പറഞ്ഞതൊക്കെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ ബഹുനിരാകുന്ന ഉസ്താദ് സൂചിപ്പിച്ചു, 29-ാം രാവ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാണ്. 27 കഴിയുമ്പോഴേ എല്ലാവരും പള്ളിയിൽ നിന്ന് കിട്ടിയ പൊതി കൊണ്ട് ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് പറഞ്ഞ് ഓട്ടാൻ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വലിയ വലിയ മഹാന്മാരടക്കം അവർക്ക് ലൈലത്തുൽ ഖദ്ർ ലഭ്യമായത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമളാൻ 29 അവർ എണ്ണിയിട്ടുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്തിൽപ്പെട്ടവർ വരെ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ പരിശുദ്ധമാക്കപ്പെട്ടതായി 29-നാണെന്ന് എണ്ണിയ മഹാന്മാരുണ്ട്. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് അടക്കമുള്ള വലിയ മഹാന്മാരുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം ലൈലത്തുൽ ഖദ്ർ 21-ന് ലഭിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ്. 21-ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് 27-ാം രാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ രാവുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാറി മറിയാം, എപ്പോഴും 27 അങ്ങനെയല്ല, മാറ്റമുണ്ടാവാം.
അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഇന്നത്തെ രാവ് വളരെ മഹത്തരമാണ്. ശരിക്കും അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ ബഹുനിരാകുന്ന ഉസ്താദ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. പലപ്പോഴും പലരും അശ്രദ്ധ വെക്കാറുണ്ട്. 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന നേട്ടമാണ് ഈ രാത്രിയിൽ കിട്ടുന്നത് എന്ന് ചിലർ അർത്ഥം വെക്കാറുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല. ഉസ്താദ് പറഞ്ഞതാണ് ശരി. 83 വർഷവും 4 മാസവും അഥവാ 1000 മാസങ്ങൾ അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത അല്ലാഹു ഈ രാവിനെ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അങ്ങനെയാണ് അവതീർണമായിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അർത്ഥം മാറും. എത്രയാണ് എന്ന് നിജപ്പെടുത്താൻ പറ്റൂല എന്നർത്ഥം. ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണേ നിങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേലി ജനതയിലെ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാം. ഞാനൊന്ന് ചുരുക്കി 10 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. പെട്ടെന്നൊന്ന് പറയാം. ഇന്നത്തെ രാവിന്റെ മഹത്വം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുത്തു. മഹാനായ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയുന്നു, ഗാസി റളിയല്ലാഹു അൻഹു, യോദ്ധാവാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തതാകുന്ന മഹാനുഭാവനാണ്. ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന അവിശ്വാസികളാകുന്ന ആളുകൾക്കെതിരിൽ ഇസ്ലാമിൻ്റെതാകുന്ന സ്ഥാപനത്തിനു വേണ്ടി, സംസ്ഥാപനത്തിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനിലുള്ള ആകെയുള്ള ആയുധമേതാ? ഒരൊട്ടകത്തിന്റെ താടിയല്ല. ആ ഒട്ടകത്തിൻ്റെതാകുന്ന താടിയല്ലുകൊണ്ട് 1000 മാസം രാവും പകലും യുദ്ധം ചെയ്യുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് വിശപ്പ് വരുമ്പോ അദ്ദേഹത്തിൻ്റെതാകുന്ന നൽകപ്പെട്ട താടിയല്ലിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹം ചുണ്ടൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, വാവെന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അതിൽ നിന്ന് മാംസം മുളച്ചു വരും. അതിൽ നിന്ന് തന്നെ പാനീയവും ലഭിക്കും. ഇതാര് പറഞ്ഞ ചരിത്രമാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കെട്ടുകഥയല്ല. അതാണ് ഈ പറഞ്ഞത്. അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകപ്പെട്ടതാകുന്ന ഈ ഒട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് ആകെയുള്ള ആയുധമായി ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹം യുദ്ധത്തിൽ അടരാടി. എത്ര നാൾ? 1000 മാസം. 1000 മാസം എന്ന് പറയുന്നതിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത്. 83 വർഷവും 4 മാസവും. അത്രയും നാൾ അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ശത്രുക്കൾക്കെതിരിൽ വിജയിച്ചു. വിജയശ്രീ ലാളിതനായി ഒറ്റയ്ക്ക് തന്റെ നാട്ടുകാരോട്, തന്റെ സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ആരുമില്ല സഹായിക്കാൻ. ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്, ഒരാളുമില്ല. അദ്ദേഹം ജയിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ സ്വഹാബത്ത് ഫബഖൗ ബുകാഅൻ ശദീദ. മുത്തുനബി ഈ സംഭവം പറയുമ്പോൾ സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം പോലെ ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ. എന്തേ കാരണം? ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടിയ നേട്ടം 83 വർഷവും 4 മാസവുമാണ്. അതും യുദ്ധം ചെയ്യാൻ തന്നെ കിട്ടിയ അവസരം. അല്ലാതെ എത്രയോ കൊല്ലം അദ്ദേഹം ജീവിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആയുസ് വളരെ കുറഞ്ഞു പോയി. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു പോയി. ഇദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഒരു നേട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ലല്ലോ, ഞങ്ങൾക്കും വേണം അത്തരത്തിലുള്ള നേട്ടമെന്ന് കൊതിച്ചുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. അതിനാണ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളുമായി ഈ സംഭവബഹുലമായ നിമിഷത്തിൽ നിലകൊള്ളുന്ന വേളയിൽ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദ്ർ ഓതിക്കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു
في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ പരിപൂർണമായി അല്ലാഹു ഇറക്കി നൽകുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്, നാം ഇറക്കിയത് ഈ ലൈലത്തുൽ ഖദറിലാണ് റസൂലേ, ലൈലത്തുൽ ഖദറിലാണ് ഹബീബേ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ കോപ്പി ഇറക്കിയത് അത് പരിശുദ്ധമായ ശഅബാൻ 15 രാവിലാണെങ്കിൽ ആ ഒന്നാമിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായി ഇറക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പവിത്രമായ ലൈലത്തുൽ ഖദറിലാണത്രേ. ഖുർആനിന്റെ അവതരണം, അതിന്റെ ഉദ്ഘാടനം മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് ലൈലത്തുൽ ഖദർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിന്റെ കോപ്പി ഒന്നായിട്ട് ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് ശഅബാൻ 15. അതുകൊണ്ടാണ് സൂറത്തു ദുഖാന്റെ തുടക്കത്തിൽ ആദ്യം കാണാം ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയത് ബറക്കത്താക്കപ്പെട്ടതായ ദിവസത്തിലാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഈ രണ്ട് സൂക്തങ്ങളെയും വെച്ച് ജംഅ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഖുർആനിനെ ഒന്നാം ആകാശത്തിലേന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അതിൻ്റെതാകുന്ന കോപ്പികളെ പരിപൂർണമായി ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് പരിശുദ്ധമായ ശഅബാൻ 15. അപ്പം രണ്ടിനും അഭിപ്രായ വ്യത്യാസമില്ല. നിൽക്കട്ടെ, അതൊക്കെ കൂടുതൽ ചർച്ചയ്ക്ക് പോകുന്ന വിഷയമാണ്. ചിലപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല. വിഷയത്തിലേക്ക് തന്നെ വരാം. വേണ്ടവൻ തിരിച്ചു വരിക. സൂറത്തുൽ ഖദർ ഇറക്കി കൊടുക്കാൻ വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയത് ഈ പരിശുദ്ധമായ രാവിലാണ്, ലൈലത്തുൽ ഖദറിലാണ്. റമദാൻ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു, മുൻകഴിഞ്ഞു പോയ ജനതയ്ക്കും റമദാൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ നിങ്ങൾ, റമദാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. റമദാൻ മുമ്പുണ്ട്, പക്ഷെ ലൈലത്തുൽ ഖദർ കൊണ്ട് ഖാസായ ഉമ്മത്ത് നമ്മുടെ ഉമ്മത്താണ്. ലൈലത്തുൽ ഖദർ എന്ന മഹനീയമായ രാവ് അല്ലാഹു നമുക്ക് മാത്രമാണ് നൽകിയത്. ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രമാണ്. എന്താണ് ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ആ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരണമായത്, ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. അതുകൊണ്ട് തന്നെ റമദാനിനെ മാറ്റുകൂടി. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിൻ്റെതാകുന്ന റമദാൻ പോലെയല്ല നമ്മുടേതാകുന്ന റമദാൻ. കാരണം എന്തുകൊണ്ട്? വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആൻ അവതീർണമായതാകുന്ന മാസമായി മാറി വിശുദ്ധമായ റമദാൻ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്. അതുകൊണ്ട് തന്നെ അതിനെ പവിത്രത കൂടി, മഹത്വം കൂടി.
ആ ലൈലത്തുൽ ഖദറിനെയാണ് പ്രതീക്ഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫീ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. ഈ ഖുർആൻ ഇറക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദർ എന്ന മഹനീയമായ രാവിനെ റമളാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽ 21 23 25 രാവുണ്ട്, 27 രാവുണ്ട്, 29 രാവുണ്ട്. അഥവാ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ രാവുമുണ്ട് എന്നർത്ഥം. രാവ് തീർന്നിട്ടില്ല, 5 രാവും അതിൽപ്പെട്ടു. ഒറ്റ രാവല്ല നബി തങ്ങൾ പറഞ്ഞത്, ഈ 5 രാവും ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുക. റമളാനിൽ അവസാനത്തെ ഒറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എന്താ ഈ രാവിന്റെ മഹത്വം? എന്താണ് ഈ രാവിന്റെ മഹത്വം? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ രാവാണ്. ഏത് 1000 മാസം? ഏത് 1000 മാസം? ബനു ഇസ്രായേലി ജനതയിൽപ്പെട്ടതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ ശമഊൻ എന്ന് പറയുന്നതായ യോദ്ധാവായ മനുഷ്യനല്ലയോ അക്കാലഘട്ടത്തിലേതാകുന്ന വലിയതാകുന്ന വിലായത്തിന്റെ മർത്തബ എത്തിച്ച വ്യക്തിയല്ലയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി യുദ്ധം ചെയ്തുകൊണ്ട് അടരാടി വിജയം വരിച്ചതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു 1000 മാസം യുദ്ധം ചെയ്തതാകുന്ന ധർമ്മസമരം നടത്തിയതാ ആ കാലയളവുകളേക്കാൾ നിങ്ങൾക്ക് അല്ലാഹു ഈ ഒരൊറ്റ രാത്രി ഇബാദത്തെടുത്താൽ കൂലി നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 83 വർഷവും 4 മാസവും എന്നല്ല, പിന്നെന്താ 1000 മാസവും എന്നല്ല. ബഹുമാനപ്പെട്ടതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവൻ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി ശത്രുക്കൾക്കെതിരെ അടരാടി വിജയം വരിച്ചതാകുന്ന കാലയളവോളം അദ്ദേഹത്തിന് കിട്ടുന്നതാകുന്ന കൂലിയേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഒറ്റ രാത്രി വർഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അൽഹംദുലില്ലാഹ്. ഇപ്പോഴാണ് ശരിക്കും അർത്ഥം തിരിഞ്ഞത്. ഒറ്റ രാത്രി ഇബാദത്തെടുത്താൽ ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിനെ നൽകിയതാകുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ് പറഞ്ഞത്. 1000 മാസത്തേക്കാൾ കൂടുതൽ അല്ലാഹു പ്രതിഫലം നൽകും. എന്തല്ല 1000 മാസം എന്നല്ല, 1000 മാസം എന്ന് പറയുകയാണെങ്കിൽ ഖൈറു അൽഫി ശഹരിൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസത്തോളം അമൽ ചെയ്താൽ കിടപിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം അമൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു നൽകും. അതെത്രയാ? അല്ലാഹു അഅലം. എത്രയാന്ന് പറയാൻ പറ്റൂല. 1000 രൂപയേക്കാൾ ഞാൻ ഉസ്താദിന് കൊടുക്കാണ്ട് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന് കൊടുക്കാനുണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന് 1000 രൂപയേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ 5000 ആകാം, 10000 ആകാം, 1 ലക്ഷമാകാം, 10 ലക്ഷം ആകാം, 1 കോടിയാകാം. എത്രയാന്ന് പറയാൻ പറ്റൂ? കാരണം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1000 രൂപയേക്കാൾ കൂടുതൽ ലത്തീഫ് ഉസ്താദിന് കൊടുക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1001 ആക്കാൻ പറ്റുമോ? 1500 ആക്കാൻ പറ്റുമോ? 2000 ആക്കാൻ പറ്റുമോ? പറ്റൂല. അതേ പ്രയോഗമാണ് ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത്. നല്ലതുപോലെ ചിന്തിക്കണം നമ്മൾ. 83 വർഷവും 4 മാസവും ചെയ്യുന്ന അമലല്ല കിട്ടുന്നത്. എത്രയാണെന്ന് കണക്കില്ല എന്നർത്ഥം. നമ്മുടെ അമല് പോലെ ഇരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് അല്ലാഹുവിനെ അറിയാവുള്ളൂ.
കാരണം എന്തുകൊണ്ട് 60-70 വയസ്സേ നമുക്കിവിടെയുള്ളൂ. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ റമദാനിനെ വർഷാവർഷം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഈ രാത്രിയെ കണ്ടുമുട്ടിയവൻ, അമൽ ചെയ്തവൻ 10 കൊല്ലം കഴിയുമ്പോ അവൻ 1000 വർഷങ്ങളോളം ഇബാദത്തെടുത്ത കൂലി അവന് കിട്ടും. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞത്. 83 വർഷവും 4 മാസവും എന്നുള്ള കണക്ക് വെച്ചാൽ തന്നെ 1000 മാസത്തോളം അമൽ ചെയ്ത കൂലി കിട്ടും. അപ്പോൾ ഒരു 30 കൊല്ലം 40 കൊല്ലമൊക്കെ റമദാൻ ശരിക്ക് ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടിയവര് കിട്ടുന്ന നേട്ടം എത്രയാ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 2-ാം വർഷമാണ് റമദാൻ നിർബന്ധമാക്കപ്പെടുന്നത്. അന്ന് മുതൽക്ക് റമദാനിന്റെ അവസാനത്തെ 10 ആയാൽ പള്ളിയിൽ പരിപൂർണമായി ഇഅ്തികാഫിരിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. താൻ ഉടുത്തിരിക്കുന്ന തുണി മുണ്ട് ഒന്നുകൂടി അരയിലേക്ക് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എന്തിനാണ്? തഹയ്യു ആവുകയാണ്. റമദാനിന്റെ അവസാനത്തെ 10 നഷ്ടപ്പെടാൻ പാടില്ല. ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടാൻ പാടില്ല. ഒന്നുകൂടി ഒരുങ്ങി തയ്യാറാവുകയാണ്. തന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തുകയാണ്, എഴുന്നേൽക്കണേ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പ്രവേശിച്ചു എന്ന് കുടുംബത്തോട് ഉണർത്തുകയാണ്. തന്റെ രാത്രികളെ ജീവസുറ്റതാക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഓതിക്കൊടുക്കുകയാണ്. ആദരവായ പ്രവാചകന് റമദാനിൽ എല്ലാ രാത്രിയിലും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാവശ്യം ഓതിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രാത്രി മുഴുവനും ഇബാദത്തിലായി കഴിച്ചുകൂട്ടുകയാണ്. വയഅ്തസിലു നിസാഅഹു 10 ദിവസത്തോളം ഭാര്യമാരുമായി യാതൊരു വിധ ബന്ധവുമില്ല. പരിപൂർണമായി അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തിരിയുകയാണ്. അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രം, വേറൊരു പണിയില്ല. അങ്ങനെ ഖൽവത്തിൽ പോകും ആലിമീങ്ങൾ, വലിയ വലിയ ഔലിയാക്കളൊക്കെ ഖൽവത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കും, എന്നിട്ട് അമലെടുക്കും. ഭയങ്കര ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സമയമാണ് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10. 1 മുതൽ 20 വരെ നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടൽ രാത്രി കാലഘട്ടങ്ങളിൽ നോമ്പിൽ അല്ലാഹു അനുവദിച്ചു. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും അനുവദിച്ചു. ഇനിയുള്ള 10 ദിവസം കിടപ്പറയിൽ നിന്ന് വരെ ബന്ധം വിച്ഛേദിച്ചിട്ട് നീ അല്ലാഹുമായിട്ട് മുനാജാത്തിലാകെ നീ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കാൻ. ഷാഫി മദ്ഹബിൽ ചർച്ചയുണ്ട്, ജുമുഅത്ത് പള്ളിയാണോ തൈക്കാവാണോ ഏറ്റവും നല്ലത് ഇഅ്തികാഫിരിക്കാൻ? പ്രബല അഭിപ്രായം ജുമുഅത്ത് പള്ളിയാണ്. ജുമുഅത്ത് പള്ളിയിൽ തന്നെ വന്നിരുന്ന് ഇഅ്തികാഫിരിക്കാൻ. കഴിയുന്നതിന്റെ പരമാവധി പള്ളിയിൽ തന്നെ നിലകൊള്ളും. ആ 10 ദിവസം എല്ലാ ജോലി തിരക്കും മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ നിലകൊള്ളണം. കണ്ടിട്ടില്ല, നമ്മൾ ഒരുപാട് ആളുകളെ നാട്ടിൽ നിന്നാല് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് കച്ചവടക്കാരൊക്കെ നേരെ ഹറമിൽ പോകും. എന്നിട്ട് ആ 10 ദിവസം അവിടെ അങ്ങ് കൂടും. 2 കാര്യമാണ്. ഒന്ന് പിരിവിന്റെ അഹ്ലികാർ വീട്ടിൽ വരത്തില്ല, അങ്ങനെ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്. വേറെ ചില ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹലാക്ക്, കയ്യിലുള്ള പൈസ മുഴുവൻ തീരും എന്ന് കരുതിയിട്ട് വേഗം അവിടെ പോയിരിക്കും. എന്നാലും ചില ആളുകൾ അങ്ങനെയൊന്നും അല്ല. ചിലരെന്താണ് നല്ല നീയത്തിൽ പോകുന്നവരുണ്ട്. അല്ലാഹു നല്ല നീയത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടെ തന്നെ ഇഅ്തികാഫായിട്ട് കഴിഞ്ഞുകൂടാം എന്ന ലക്ഷ്യത്തിൽ തന്നെ നിലകൊള്ളുന്നു. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവസാനത്തെ വർഷമെത്തിയപ്പോ, നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വർഷമെത്തിയപ്പോ 20 ദിവസം ഇഅ്തികാഫിരുന്നു. 11ന്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ലാസ്റ്റ് കൊല്ലാണ് ഈ ലോകത്തുനിന്ന് വിട പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. ആ ലോകത്തുനിന്ന് വിട പറയുന്ന ആ വർഷത്തിൽ 20 ദിവസം പള്ളിയിൽ തന്നെ, റമദാൻ ലാസ്റ്റത്തെ 20 ദിവസം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ്. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു, തലമുടിയും താടിരോമം ഒക്കെ നരയ്ക്കുമ്പോ, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ നീ കൂടുതൽ ഇഅ്തികാഫിന് പ്രാമുഖ്യം കൊടുക്കണം. അല്ലാഹുമായിട്ടുള്ള ബന്ധം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ അപ്പോഴാണ് ഇരിക്കേണ്ടത്. അപ്പോഴാണ് ക്ഷീണമാന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് വലിയുന്നത്. കൂടുതൽ ബന്ധപ്പെടേണ്ടത് അപ്പോഴാണ്.